പൊളിറ്റിക്കൽ ഇസ്ലാമിനു വേണ്ടി ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കെതിരെ അതിശക്തമായി പ്രതികരിച്ച കാസ. നിലമ്പൂരിൽ ബി.ജെ.പി. മാർത്തോമാ സഭാംഗമായ ക്രിസ്ത്യാനിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഒഡീഷയിൽ 10 ദിവസം മുൻപ് കത്തോലിക്ക വൈദികരെ ആക്രമിച്ച മോഷ്ടാക്കൾ പെട്ടെന്ന് RSSകാരായി മാറി. പൊതുസമൂഹത്തിലുള്ള വൈദികരുടെ വിലയും വിശ്വാസവും നഷ്ടപ്പെടുത്തരുത് എന്ന് കാസ അഭ്യർത്ഥിക്കുന്നു. നിലമ്പൂരിൽ വിവിധ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന UDF അവർക്ക് ലഭിക്കേണ്ട ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു ഭാഗം NDAയിലേക്ക് പോകുമെന്നും അതോടെ നിലമ്പൂരിൽ LDF വിജയിക്കാനുള്ള സാധ്യതയും ഒരുപക്ഷെ ഭിന്നിച്ച വോട്ടുകൾക്കിടയിൽ BJP സ്ഥാനാർത്ഥി അട്ടിമറി വിജയം നേടാം എന്നതും മനസ്സിലാക്കിയതോടെ പരാജയം മണത്ത കോൺഗ്രസ് ഒഡീഷയിൽ മോഷണ ശ്രമത്തിനിടെ മോഷ്ടാക്കൾ പുരോഹിതരെ മർദ്ദിച്ച സംഭവം സംഘപരിവാറിന്റെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് നിലമ്പൂരിൽ ക്രിസ്ത്യാനികളെ BJPക്ക് എതിരാക്കാനുള്ള മ്ലേച്ഛമായ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് തുറന്നു കാട്ടുകയാണ് കാസ. എന്തായാലും കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. ഇത് കാസയുടെ അഭിപ്രായമാണ്, കർമ്മയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ കുറിപ്പ് വായിക്കട്ടെ. നിലമ്പൂരിൽ BJP ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ ഉടനെ എങ്ങനെയാണ് ഒഡീഷയിൽ 10 ദിവസം മുൻപ് കത്തോലിക്ക വൈദികരെ ആക്രമിച്ച മോഷ്ടാക്കൾ പെട്ടെന്ന് RSSകാരായി മാറിയത്? ഒറീസയിലെ സംബൽപൂർ ജില്ലയിലെ ചർവാട്ടിയിലെ സെമിനാരിയിൽ രാത്രിയിൽ അതിക്രമിച്ചു കടന്ന് മലയാളി വൈദികരായ ലീനാസച്ചനെയും സിൽവിനച്ചനെയും പണമിരിക്കുന്ന സ്ഥലം കാട്ടിക്കൊടുക്കുന്നതിനായി മോഷ്ടാക്കൾ മർദ്ദിച്ച സംഭവം നടന്നിട്ട് ഇന്നേക്ക് 10 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. ഈ സംഭവം നടന്ന അന്ന് തന്നെ ആ വിവരം കേരളത്തിലെ പിതാക്കന്മാരും വൈദികരും ദീപിക പത്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളും ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടെ വിവിധ ഗ്രൂപ്പുകളിൽ വന്നിരുന്നു. സംഭവം നടന്ന സ്ഥലത്തുള്ള മലയാളിയായ കന്യാസ്ത്രീയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വഴിയാണ് ആ വാർത്ത ആദ്യം കേരളത്തിൽ എത്തുന്നത്. അന്ന് ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ആ ആക്രമണം ഒരു RSS ആക്രമണമായി തോന്നിയില്ല. എന്നാൽ കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷം മുതൽ പ്രസ്തുത ആക്രമണം അത് കോൺഗ്രസിനും ദീപികയ്ക്കും RSS ആക്രമണമായി മാറി. പണമിരിക്കുന്ന സ്ഥലം കാട്ടിക്കൊടുക്കുന്നതിനായി മോഷ്ടാക്കൾ മർദ്ദിച്ച സംഭവമായതിനാൽ കേരളത്തിലെ ക്രിസ്ത്യൻ പക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങളോ ദീപിക പത്രമോ ആരും തന്നെ ഇത്രയും ദിവസങ്ങളായിട്ട് ആ വിഷയം ഏറ്റെടുത്തിരുന്നില്ല. എന്നാൽ മികച്ച ചികിത്സയ്ക്കായി മർദ്ദനമേറ്റ വൈദികർ രണ്ടുപേരും എറണാകുളത്തെത്തുകയും ഒപ്പം തന്നെ നിലമ്പൂരിൽ BJP മാർത്തോമാ സഭാംഗമായ ക്രിസ്ത്യാനിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ വൈദികർക്ക് മർദ്ദനമേറ്റ സംഭവത്തിന്റെ നിറവും സ്വഭാവവും പെട്ടെന്ന് മാറിമറിഞ്ഞു. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് സതീശൻ നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ ഓർത്ത് വിതുമ്പുകയായിരുന്നു എന്ന് കാസ കുറിക്കുന്നു. സതീശൻ വിതുമ്പുമ്പോൾ തൊട്ടുപിറകിൽ കണ്ണീർ തുടയ്ക്കാൻ വഖഫ് വിഷയത്തിൽ മുനമ്പത്തെ ക്രിസ്ത്യാനികളെ ചതിച്ച കോൺഗ്രസ് MP ഹൈബി ഈഡൻ തൊട്ടുപിറകിൽ നിൽക്കുന്ന ആ കാപ്പട്ടി കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു എന്നാണ് കാസയുടെ വിലയിരുത്തൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP അപ്രതീക്ഷിതമായി മാർത്തോമാ സഭാംഗമായ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ നിലമ്പൂരിൽ വിവിധ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന UDF അവർക്ക് ലഭിക്കേണ്ട ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു ഭാഗം NDAയിലേക്ക് പോകുമെന്നും അതോടെ നിലമ്പൂരിൽ LDF വിജയിക്കാനുള്ള സാധ്യതയും ഒരുപക്ഷെ ഭിന്നിച്ച വോട്ടുകൾക്കിടയിൽ BJP സ്ഥാനാർത്ഥി അട്ടിമറി വിജയം നേടാം എന്നതും മനസ്സിലാക്കിയതോടെ പരാജയം മണത്ത കോൺഗ്രസ് ഒഡീഷയിൽ മോഷണ ശ്രമത്തിനിടെ മോഷ്ടാക്കൾ പുരോഹിതരെ മർദ്ദിച്ച സംഭവം സംഘപരിവാറിന്റെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് നിലമ്പൂരിൽ ക്രിസ്ത്യാനികളെ BJPക്ക് എതിരാക്കാനുള്ള മ്ലേച്ഛമായ ശ്രമം ആരംഭിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പോലെ തന്നെ കേരളത്തിൽ എന്നൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും ഉടനെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ കബളിപ്പിക്കാൻ നോർത്ത് ഇന്ത്യ മണിപ്പൂർ എന്നുള്ള കരച്ചിൽ നയം അതേ നിലമ്പൂരിലും തുടരുകയാണ്. ഇതിന് കോൺഗ്രസിന്റെ ചട്ടുകമായി ചാലക്കുടി പോട്ട ധ്യാന കേന്ദ്രം മുതലാളിമാരുടെ ഉടമസ്ഥതയിൽ ഉള്ളതും മണിപ്പൂർ വിഷയം വിഴിഞ്ഞം സമരം ഇതൊക്കെ ഉപയോഗിച്ച് പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കി കുപ്രസിദ്ധി ആർജിച്ചതുമായ ഓൺലൈൻ ചാനലിന്റെ കുത്തിത്തിരിപ്പ് തൊഴിലാളികൾ മൈക്കും ക്യാമറയുമായി ചികിത്സയിലായിരുന്ന അച്ഛന്മാരെ മഞ്ഞുമ്മലിൽ സന്ദർശിച്ച് ഇന്റർവ്യൂ നടത്തിയതോടെയാണ് വിഷയത്തെ മാറ്റിമറിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. ഈ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ മർദ്ദനമേറ്റ വൈദികൻ അവിടെ ആ രാത്രിയിൽ നടന്ന ഓരോ സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നടന്നത് 100% മോഷണ ശ്രമം ആയിരുന്നു എന്നും പണമിരിക്കുന്ന സ്ഥലം കാട്ടിക്കൊടുക്കുന്നതിനു വേണ്ടിയാണ് തങ്ങളെ മർദ്ദിച്ചതെന്നും മർദ്ദനമേറ്റ വൈദികൻ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ വളരെ പ്രൊഫഷണലായ ഒരു മോഷ്ടാക്കളുടെ സംഘമാണ് അവിടെ അതിക്രമിച്ചു കയറി പണം അപഹരിക്കാൻ ശ്രമിച്ചത് എന്ന് വ്യക്തമാണ്. തങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒന്നും അവിടെയില്ല എന്ന് മനസ്സിലാക്കിയതോടെ മോഷ്ടാക്കൾ വൈദികരുടെ ഫോണുകൾ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത ശേഷം പുറത്തുനിന്നും മുറിപൂട്ടി. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ താക്കോലുകൾ പുറത്തൊളിപ്പിച്ച ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. നേരം വെളുത്തതോടെ ഒച്ചയിട്ട് സമീപവാസികളെ വരുത്തുകയും അടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയുടെ ഫോൺ ഉപയോഗിച്ച് മറ്റുള്ളവരെ വിളിച്ചു വരുത്തിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതെന്നും വൈദികൻ പറയുന്നുണ്ട്. എന്നാൽ ഈ സംഭവം RSS ആക്രമണമാക്കി തീർത്ത കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഈ വൈദികരെ രക്ഷിച്ചത് അടുത്ത അമ്പലത്തിലെ പൂജാരിയാണ് എന്ന സത്യം മറച്ചുവെക്കുകയും ചെയ്യുന്നത് നാം കാണാതെ പോകരുത്. നേരെ മറിച്ച് പുരോഹിതരെ രക്ഷിച്ചത് അടുത്തുള്ള മോസ്കിലെ ഉസ്താദോ മൗലവിയോ ആയിരുന്നുവെങ്കിൽ ഈ കോൺഗ്രസ് നേതാക്കളും ഇതേ മാധ്യമങ്ങളും ഈ നന്മ മത കഥയും നന്മ മരക്കഥയും ആടിയും പാടിയും ആഘോഷിച്ചേനെ. നാം മനസ്സിലാക്കേണ്ടത് പ്രസ്തുത സംഭവത്തിൽ ഒഡീഷ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എങ്കിലും മോഷ്ടാക്കളെ ഇതുവരെ പിടികൂടാനോ അവരെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളോ കണ്ടെത്താനോ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല.
മുൻപും ഇതുപോലെ 5ഓളം മോഷണ ശ്രമങ്ങൾ അവരുടെ രൂപതയിൽ ഉണ്ടായിട്ടുണ്ട് എന്നും വൈദികൻ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഈ ഇന്റർവ്യൂവിന്റെ അവസാന ഭാഗത്ത് ഓൺലൈൻ ചാനലിലെ കുത്തിത്തിരിപ്പ് തൊഴിലാളി ഇതിൽ മിഷണറികൾക്കെതിരെയുള്ള ആക്രമണമാണോ എന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി മോഷ്ടാക്കൾ പോകാൻ നേരത്ത് നിങ്ങൾ എവിടെയുള്ളവരാണെന്ന് വൈദികരോട് ചോദിച്ചതിനെ തുടർന്ന് താങ്കൾ കേരളത്തിലുള്ളവരാണെന്ന് വൈദികൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പൊയ്ക്കോണം എന്ന് മോഷ്ടാക്കളിൽ ഒരുവൻ പറഞ്ഞു എന്ന് വൈദികൻ മുൻപ് പറഞ്ഞ കാര്യം രണ്ടാമത് ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. ഇതോടെ വൈദികരെ ആക്രമിച്ച മോഷ്ടാക്കളെ ഹിന്ദുത്വ തീവ്രവാദികളാക്കി മാറ്റുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്. പിറ്റേ ദിവസം ദീപിക പത്രം അത് ഹിന്ദുത്വവാദികളുടെ ആക്രമണമാക്കി മാറ്റി വാർത്ത നൽകി. തുടർന്ന് സുഡാപ്പി മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. അന്ന് തന്നെ പ്രതിപക്ഷ നേതാവും ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും എല്ലാം കൂടി വൈദികരെ ആശുപത്രിയിൽ സന്ദർശിച്ചു. തുറന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വൈദികരെ ആക്രമിച്ചത് മോഷ്ടാക്കൾ ആണ് എന്നുള്ളത് മറച്ചുവെച്ചുകൊണ്ട് അത് മിഷണറിമാർക്കെതിരെയുള്ള ആക്രമണത്തെ ഹിന്ദുത്വ ആക്രമണമാക്കി മാറ്റി. പിറ്റേ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ വൈദികരെ ആശുപത്രിയെ സന്ദർശിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്ത് ദീപിക പത്രം എഴുതിയിരിക്കുന്നത് RSS തീവ്രവാദികൾ വൈദികരെ ആക്രമിച്ചതിൽ പ്രതിപക്ഷ നേതാവ് പ്രതിഷേധിച്ചു എന്നാണ്. അതായത് കോൺഗ്രസിനും ലീഗിനും വേണ്ടി വൈദികർ നേതൃത്വം കൊടുക്കുന്ന രണ്ട് മാധ്യമങ്ങൾ സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് സ്വന്തം സമുദായക്കാരെ വീണ്ടും ചെന്നായ്ക്കൾക്ക് ഒറ്റുകൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ക്രിസ്ത്യാനികൾ തിരിച്ചറിയുക എന്ന് കാസ കുറിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ KCBCയുടെ കീഴിലുള്ള ജാഗ്രതാ കമ്മീഷനും വൈദികർക്കെതിരെയുള്ള മോഷണ ശ്രമത്തെ ഹിന്ദുത്വ ആക്രമണമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസിനും പൊളിറ്റിക്കൽ ഇസ്ലാമിനും വേണ്ടി വിടുപണി ചെയ്യുന്ന ദീപിക പത്രവും ഗുഡ്നസ് ടിവിയും ക്രിസ്ത്യൻ സമുദായത്തിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് മാധ്യമങ്ങളാണ്. സർക്കുലേഷൻ കുറയുമ്പോൾ ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ എഡിറ്റോറിയലുമായി ദീപിക രംഗത്തെത്തും. ഇസ്ലാമിക ഭീകരവാദത്തെക്കുറിച്ച് എഴുതുമെങ്കിലും കേരളത്തിൽ അവർക്ക് പിന്തുണ നൽകുന്ന വ്യക്തികളെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ കുറിച്ച് വേണ്ട രീതിയിൽ ദീപിക എഴുതില്ല. രാജ്യത്തിനും കേന്ദ്ര സർക്കാരിനും എതിരാകുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കും. ഇത് പ്രധാനമായും ചെയ്യുന്നത് സോണിയുടെ അടുക്കളയിൽ നിന്നും പുറത്താക്കപ്പെട്ട തിരുത തോമയ്ക്ക് പകരനാകാൻ ശ്രമിക്കുന്ന ജോർജ് കള്ളിവയൽ എന്ന ദീപികയുടെ ഡൽഹി ലേഖകൻ വഴിയാണ്. ഓൺലൈൻ ചാനലാവട്ടെ ക്രിസ്ത്യാനികളുടെ ശവം തിരഞ്ഞു നടക്കുന്ന ഒന്നാണ്. ഇവർ കോൺഗ്രസിനും പൊളിറ്റിക്കൽ ഇസ്ലാമിനും വേണ്ടി ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമങ്ങളാണ്. ഈ രണ്ട് മാധ്യമങ്ങൾ ഇത്തരത്തിൽ വ്യാജ വാർത്ത ചമച്ച് വൃത്തികേട് കാണിച്ചതിൽ അത്ഭുതമില്ല. കാരണം അവർക്ക് തിന്നുന്ന ഹലാൽ ബിരിയാണിയോട് കൂറ് കാണിക്കേണ്ടതുണ്ട്. പക്ഷേ KCBCയുടെ കീഴിലുള്ള ജാഗ്രതാ കമ്മീഷൻ എല്ലാ ക്രിസ്ത്യൻ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്ന് CBCയെയും KCBCയും വളരെ വ്യക്തമായി നടത്തിയ അഭ്യർത്ഥനയെ കോൺഗ്രസ് ചവറ്റുകുട്ടയിൽ തള്ളി. പൊളിറ്റിക്കൽ ഇസ്ലാമിനൊപ്പം നിലയുറപ്പിച്ചു. എന്നിട്ടും അവരുടെ മൂട് താങ്ങിക്കൊണ്ട് നടക്കുന്നതിലൂടെ ഉള്ള വില കളഞ്ഞ KCBC വീണ്ടും ഇത്തരത്തിലൊരു വൃത്തികേടിന് തുനിഞ്ഞത് ശുദ്ധവിഡ്ഢിത്തരവും അത് സമുദായത്തിന്റെ നിലനിൽപ്പിന് തന്നെ ദോഷമാണെന്നും അല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നും കാസ കുറിക്കുന്നു. കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിലിന്റെ കീഴിലുള്ള വൈദികർ തന്നെ അംഗങ്ങളായുള്ള KCBC ജാഗ്രതാ കമ്മീഷൻ കോൺഗ്രസിനും ലീഗിനും വേണ്ടി വിടുപണി ചെയ്യുന്ന ദീപിക പത്രത്തെയും ഗുഡ്നസിനെയും അതുപോലെ അധാർമികമായി അധപ്പതിച്ച് പൊതുസമൂഹത്തിലുള്ള വൈദികരുടെ വിലയും വിശ്വാസവും നഷ്ടപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം കളവ് പറയരുതെന്നും കള്ളസാക്ഷ്യം പറയരുതെന്നും ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.